ഗ്രാമ്യാന്തരീക്ഷം തുളുമ്പുന്ന പാലക്കാട്, അവിടെയുള്ള ആലത്തൂർ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഇടമാണ് ആലത്തൂർ. ആലത്തൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത് ആലത്തൂർ നമ്പിമാരെ കുറിച്ചാണ്. അഷ്ടവൈദ്യന്മാരുടെ പരമ്പരയിൽപ്പെട്ടവരല്ലെങ്കിൽ തന്നെ വൈദ്യത്തിൽ വളരെയധികം കേളികേട്ട ഒരു കുടുംബമാണത്. ആ കുടുംബത്തിൽ വലിയ അത്ഭുതകരമായിട്ടുള്ള മിറക്കിൾ ക്യൂർ എന്ന് പറയുന്ന പോലെ അത്ഭുതകരമായിട്ടുള്ള ചികിത്സകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്നത് അശ്വനി ദേവകളുടെ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ മിത്തുമുണ്ട്, ചരിത്രമുണ്ട്, രണ്ടും കൂടെ കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒന്നാണത്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണെന്നാണ് ആ കുപ്രസിദ്ധി. പക്ഷേ പിൽക്കാലത്ത് ഇതേ കുടുംബത്തിൽ നിന്ന് സാഹിത്യത്തിലും പത്രപ്രവർത്തനത്തിലും മുഖമുദ്ര സ്ഥാപിച്ച അനുജൻ നമ്പി എന്ന് പറയുന്ന ആൾ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ മണ്ഡലം എന്നുള്ള നിലയിൽ ഇത് പ്രസിദ്ധമാകുന്നത് EMS നമ്പൂതിരിപ്പാട് 1977 അവിടെ മത്സരിച്ച് ജയിച്ചതുകൊണ്ട്. ഈ ആലത്തൂർ എന്ന പേര് ഞാൻ വായിക്കുന്നത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലാണ് ആദ്യമായിട്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശ്രമം ഉള്ളത് അവിടെയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ യോഗിമാരെന്നും സന്യാസിമാരെന്നും വ്യത്യസ്തമായി ഒരു ആചാരവും ഇല്ലാത്ത, ഒരു പ്രതിഷ്ഠയും ഇല്ലാത്ത, ഒരു വിഗ്രഹാരാധനയിലും വിശ്വാസമില്ലാത്ത, ഈ സകല യുക്തിവാദികൾക്കും സ്വീകാര്യനായ അദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ആളായിട്ടാണ്, ബ്രഹ്മസമാജത്തിന്റെ പ്രചാരകനായിട്ടാണ് വന്നത്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അവർക്ക് വിശ്വാസം മാത്രമേ വിശ്വാസമുള്ളൂ. അതാണ് അവരുടെ പ്രത്യേകത. മറ്റൊരു ആചാരങ്ങളും ഉപചാരങ്ങളും ചടങ്ങുകളും യാഗങ്ങളും ഒന്നും അവർക്ക് വിശ്വാസമില്ല. അദ്ദേഹം ഇപ്പോ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഈ 100 കൊല്ലത്തോളായി അല്ലേ ഏതാണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആശ്രമം ഉണ്ടാകുന്നത് തന്നെ 1907 മറ്റുമാണ് എന്ന് പറഞ്ഞാൽ 120 കൊല്ലം കഴിഞ്ഞു. 120 കൊല്ലമായി ആ ആശ്രമം ഉണ്ട് അവിടെ. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നാട് എന്ന നിലയിൽ സാംസ്കാരിക കേരളത്തിന്, പ്രബുദ്ധ കേരളത്തിന്, നവോത്ഥാന കേരളത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആലത്തൂർ. ഒരുപാട് നമ്മുടെ പഴയ ഉത്സവങ്ങളും കാര്യങ്ങളും കൊണ്ട് ഒക്കെ സമ്പന്നമാണ് ആലത്തൂർ ഭാഗം, വിശേഷിച്ചും പാലക്കാട് ജില്ല. നമുക്കതറിയാം, ഈ കുമ്മാട്ടി ഉത്സവം ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ മാത്രമല്ല ഈ ആലത്തൂരിന് തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്ത തേങ്കുറിശി. തേങ്കുറിശി അടുത്താണ്, വളരെ അടുത്താണ്. അപ്പോൾ പണ്ട് കാലത്ത് കാളവണ്ടികളിലും മറ്റും ഈ കച്ചവടത്തിനായിട്ട് പൊള്ളാച്ചി ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതും ആ ഒടിയൻ വരുന്നതും. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് നമുക്ക് കുഞ്ഞുകാലത്ത് ഞാൻ ഒടിയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആ പാലക്കാട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് കഥകളും ഒക്കെ ആയിട്ട് ഈ അന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഒരു 7 മണി 7:30 കഴിഞ്ഞാൽ പിന്നെ വീട്ടിന് കഥകട ചകത്തിരിപ്പാ. അപ്പോൾ ഒടിയൻ്റെ ഒടിയന്മാരെ പേടി ഒടി വിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള വളരെ രസകരമായ ഈ നാട്ടിലെ ചില ഉത്സവങ്ങളും. അപ്പൊ ഇന്നൊക്കെയാണ് വലിയ മാറ്റം വന്നത്. അപ്പൊ EMS പോലും ജയിച്ച മണ്ഡലം എന്ന് സാറ് പറഞ്ഞപ്പോഴാണ് ആലത്തൂരിന്റെ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഒരിക്കൽ മാത്രമേ അത് അശുദ്ധമാക്കിയിട്ടുള്ളൂ കോൺഗ്രസ്സുകാർ. അത് AV ഗോപിനാഥ് മത്സരിച്ചപ്പോൾ കഷ്ടിച്ച് ജയിച്ചു പോയി എന്നതാണ്. AV ഗോപിനാഥ് മത്സരിക്കുന്നത് 91-ലാണ്. കേവലം 338 വോട്ടിന് കഷ്ടിച്ച് ഒരിക്കൽ മാത്രം ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ച മണ്ഡലമാണ്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം കോൺഗ്രസ് അതോടെ പോവുകയും ചെയ്തു. 57 തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM ഓ CPI ഓ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് ആ മണ്ഡലത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറെ ഒന്നും നമുക്ക് ആലോചിക്കാൻ. തീർച്ചയായിട്ടും ഇനിയിപ്പോ ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അല്ലെ, ഈ തൊട്ടു മുമ്പിലെത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് നമ്മുടെ വിശകലനം. അതിന്റെ കണക്കുകളും ആലോചനകളും ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞോട്ടെ. ഈ പാലക്കാടുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്, വിവാഹം വഴിയായാലും ഇങ്ങനെ KP കേശവമേനോന്റെ പേര് കേശവമേനോൻ കോഴിക്കോട്ടുകാരനാണ്. കുടുംബ ബന്ധങ്ങൾ പാലക്കാടുണ്ട്. പിന്നെ അതുപോലെ ചെമ്പൈയുടെ വൈനാഭാഗരുടെ ഇങ്ങനെയുള്ള ആ പ്രദേശം ആ ചുറ്റാകെ സമ്പന്നമാണ്. ഗായത്രിപ്പുഴ. ഇങ്ങനെ ചുരുക്കത്തിൽ അവിടെ പോകാനും കാണാനും ഏറെ ഇനിയുമുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇനി കാണാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ പൂരമാണ്. ഈ ഗായത്രി പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകി പോയിട്ടും 1977 നന്നേ വെള്ളം കുടിച്ച് തന്നെയാണ് EMS അവിടെ ജയിച്ചതെന്ന് ഓർക്കണം. EMS ജയിച്ചു എന്നുള്ളത് ശരിയാണ്. 1999 ആയതുകൊണ്ട് ഒക്കെ യുണീക്കാണ്. 2000 വോട്ട് തേച്ച് കിട്ടാൻ പാടില്ല. ഓർമ്മ ശരിയാണ് സാർ. അവസാന മത്സരത്തിലും ഏതാണ്ട് ഇതേ വോട്ടുകളായിരുന്നു. ഏതാണ് സാർ? EMSന്റെ അവസാന മത്സരത്തിൽ പട്ടാമ്പിയിലും ഏതാണ്ട് വളരെ നേരിയ. പക്ഷെ ആ വിജയത്തിന് വലിയ തിളക്കമുണ്ട്. നമുക്ക് ആ പട്ടാമ്പി ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. കാരണം വിമോചന സമരത്തിന് ശേഷം EMS നമ്പൂതിരിപ്പാടിനെ കബറടക്കാനുള്ള ആഹ്വാനങ്ങൾ കേരളം മുഴുവൻ പട്ടാമ്പി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. അവിടുത്തെ പാവങ്ങളായ മുസൽമാന്മാർ ഉൾപ്പെടെ വലിയ ആവേശത്തോടെ EMSനെ ജയിപ്പിച്ചു. പട്ടാമ്പിയുടെ കണക്ക് നമുക്ക് വേറെ പറയാം. തീർച്ചയായിട്ടും ഇപ്പോ
ആലത്തൂരിന്റെ സാധ്യതകൾ പറയൂ. കെ ഡി പ്രസേനൻ ഇപ്പോൾ നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. EMSന്റെ ഒക്കെ ഭൂരിപക്ഷത്തിന്റെ ഒരു 10 ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ 2016 2021 കെ ഡി പ്രസേനൻ തന്നെയാണ് CPM-ന്റെ നേതാവായ കെ ഡി പ്രസേനാണ് ജയിച്ചത്. ഭൂരിപക്ഷത്തിൽ ചെറിയ വ്യത്യാസം വന്നു എന്നല്ലോ. 2016 അദ്ദേഹം 36,000 വോട്ടിന് ജയിച്ചു. 2021 അത് ചെറിയ കുറവിന് 34,118 ജയിച്ചു. കെ ഡി പ്രസേനന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് 2016 UDF-ൽ നിന്ന് മത്സരിച്ചത് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് അഡ്വക്കേറ്റ് കെ കുശാലകുമാറാണ്. കേരള കോൺഗ്രസിന് പാലക്കാട് ജില്ലയിൽ ഒരു സീറ്റ് കൊടുത്തതാവാം പ്രാതിനിധ്യത്തിന് വേണ്ടി. പക്ഷേ 36,000 വോട്ടിന് കെ ഡി പ്രസേനൻ ജയിച്ചു. 2021 വന്നപ്പോൾ ആ സീറ്റ് UDF-ൽ കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുത്തു. പാളയം പ്രദീപ് എന്നൊരു കോൺഗ്രസ് നേതാവാണ് മത്സരിച്ചത്. അതിന്റെ ഗുണമുണ്ടായി. കേരള കോൺഗ്രസ് എം മത്സരിച്ചപ്പോൾ 35,146 വോട്ടേ കിട്ടിയുള്ളൂ. എന്നാൽ UDF-ന് വേണ്ടി കോൺഗ്രസ് തന്നെ ആ സീറ്റ് നേരിട്ട് ഏറ്റെടുത്തപ്പോൾ അതിന്റെ നേരിയ വർധനവുണ്ടായി. 40,535 വോട്ട് അവർ നേടി. അപ്പോഴും കെ ഡി പ്രസേനന്റെ വോട്ട് അതനുസരിച്ച് കെ ഡി പ്രസേനന്റെ ഭൂരിപക്ഷം 34,000 കുറയുകയും ചെയ്തു. 2,000 വോട്ട് കുറഞ്ഞു. ഇനി അതിൽ ആകെ പരിശോധിക്കേണ്ട ഒരു കാര്യം BJPക്ക് എന്ത് കിട്ടിയെന്നാണ്. രണ്ട് തെരഞ്ഞെടുപ്പിലും BJP-യാണ് നേരിട്ട് അവിടെ മത്സരിച്ചത്. ഒന്നാമത്തെ 2016 തെരഞ്ഞെടുപ്പിൽ MP ശ്രീകുമാർ മാസ്റ്റർ മത്സരിച്ചു. 19,610 വോട്ട്, 20,000-ഓളം വോട്ട് കിട്ടി. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് ബാങ്കിൽ നിന്ന് നേരിയ ചോർച്ചയുണ്ടായി. പ്രശാന്ത് ശിവൻ എന്ന സ്ഥാനാർത്ഥി മാറിയതുകൊണ്ടാവാം പ്രശാന്ത് ശിവൻ എന്ന പേരിലുള്ള BJP നേതാവ് മത്സരിക്കുന്നു. അവിടെ കിട്ടിയ വോട്ട് അവർക്ക് 2,000-ഓളം വോട്ട് കുറഞ്ഞ് 18,349 വോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. BJP-യുടെ നില കാര്യമായി കുറഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. ഇനി നമുക്ക് നോക്കേണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികളുടെയും നില എന്താണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2002 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് വാസ്തവത്തിൽ ആലത്തൂർ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 4 തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ആദ്യം PK ബിജുവിന് ശേഷം പിന്നെ രമ്യ ഹരിദാസ്, അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ. അവിടെ ഒരു അപകടമുള്ളത് ആലത്തൂർ സംവരണ മണ്ഡലം കൂടിയാണ്, ലോക്സഭയിലേക്ക് സംവരണ മണ്ഡലമാണ് ഇപ്പോഴും. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി. 2002 ഉള്ള നിർണയത്തിന് ശേഷമാണ് പുതിയ ഈ മണ്ഡലം ഉണ്ടാകുന്നത്. അവിടെ ഈ ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ അതിലെ ആലത്തൂർ മണ്ഡലത്തിൽ കിട്ടിയ കണക്കുകൾ അപ്പോഴും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ അഭിമാനം നേടിക്കൊടുത്ത മണ്ഡലമാണ്. കാരണം ഈ ആരൊക്കെ തോറ്റപ്പോഴും എല്ലാവരും തോറ്റടിഞ്ഞപ്പോഴും അല്ലേ അവിടെ രാധാകൃഷ്ണൻ ജയിച്ചു കയറിയ 19 ആരിഫും 24 ആരിഫും ഇവിടെ രാധാകൃഷ്ണനുമായി. അതെ, തീർച്ചയായും. അപ്പോൾ ഇനി ആ കണക്കുകളിലേക്ക് വന്നാൽ UDF-ന് ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 55% വോട്ടുകളായിരുന്നു 19-ൽ. 73,120 വോട്ടുകളാണെന്ന് ലഭിച്ചത്. LDF-ന് 37.9 50,407 വോട്ടുകൾ ലഭിച്ചു. NDA-ക്ക് 5.2 ലഭിച്ചത്. ഇത് 24-ലേക്ക് വരുമ്പോൾ UDF-ന്റെ 55% എന്നുള്ളത് UDF 36.8 കുറഞ്ഞു. LDF-ന് അന്ന് ലഭിച്ചിരുന്ന 19 ലഭിച്ചിരുന്ന 37.9 43.6 മാറി. NDA-ക്ക് 5.2 ലഭിച്ചിരുന്നത് 17.7 വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു പ്രശാന്ത് ശിവനെ പറഞ്ഞിരുന്നല്ലോ, BJP-യുടെ തീപ്പൊരി നേതാവാണ് അദ്ദേഹം. 21-ൽ ഇടയ്ക്ക് ചില വിഷയങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ ആലത്തൂർ നല്ല പോക്കറ്റ്സ് CPM-ന് വിശേഷിച്ചും LDF-ന് വിശേഷിച്ചും CPM-നുള്ള സ്ഥലമാണിത്. പക്ഷേ എങ്കിൽ കൂടിയും അവിടുന്ന് ഒരു ഭാഗത്ത് കൂടി ഇവർ വളർന്നു വരുന്നു എന്നുള്ള ലക്ഷണമാണ് ഈ പെർസെൻറ്റേജും വോട്ടും കാണിക്കുന്നത്. ആ പ്രശാന്ത് ശിവനാണ് ഈ തീപ്പൊരി എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഞാനത് പ്രത്യേക കാര്യം മെൻഷൻ ചെയ്തില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ജില്ലാ പ്രസിഡന്റാണ് BJP-യുടെ യുവ നേതാവാണ്, യുവ കേസരിയാണ്, ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ അശോക് 2 അടി കൊടുത്തപ്പോ പ്രമുഖനായും ചെയ്തു, പ്രശസ്തി കിട്ടി. പിന്നെ വേറൊന്നുണ്ട്, ചില അടികൾ ചിലയിടത്ത് ആരുടെ കയ്യിൽ നിന്നായാലും കിട്ടുക തന്നെ. തീർച്ചയായിട്ടും പടക്കം പൊട്ടുന്ന പോലെ അടിയുടെ ശബ്ദം തീർച്ചയായിട്ടും. എന്താണ് ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ ആലത്തൂരിൽ UDF-ന് ലഭിച്ചിരിക്കുന്ന 49,173 വോട്ടുകളാണ് ആലത്തൂരിൽ ലഭിച്ചിരിക്കുന്നത്. UDF-ന് മറിച്ച് LDF-ന് 67,400. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, LDF-ന് നല്ല സ്വാധീനമുണ്ട്, അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 67,000-ലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. BJP-ക്ക് 18,132 വോട്ട്. അത് ഈ പറഞ്ഞതുപോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പുറകോട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് ലോക്സഭയായിരുന്നു, അതിലൊരു ലോക്കൽ ബോഡി ആയിരുന്നു. എന്നിട്ടും അവർക്ക്
അതിനകത്ത് തിളങ്ങാൻ കഴിഞ്ഞില്ല. ആ, അതാണ് കണക്കുകൾ അല്ല, കാണിക്കുന്നത്. ലോക്സഭയിലെ കണക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും UDF ഒരു ലീഡ് വന്നിട്ടുണ്ട്. അത് പാലക്കാട്ട് പോലും വന്നു, അതും ആലത്തൂരിൽ വന്നു എന്നത് ചെറിയ സൂചനയല്ല. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വന്നതുപോലെ തന്നെ LDF കുറഞ്ഞു, BJP NDAയ്ക്കും അതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. NDA കുറഞ്ഞിട്ടുണ്ട്. അതാണ് അത്. UDF ഇവിടെ പിന്നെ വോട്ട് കുറവാണ് ചെയ്യുന്നത്. ഇവിടെ ആലത്തൂർ UDF വോട്ട് കുറഞ്ഞിട്ടുണ്ട്. UDF വോട്ട് തീർച്ചയായിട്ടും സാർ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്, തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? KD പ്രസേനൻ 2 തവണ MLA ആയിട്ടുള്ളൂ, അതുകൊണ്ട് വീണ്ടും അദ്ദേഹം തന്നെ മത്സരിക്കുമായിരിക്കും. UDF നിന്ന് ആര് വരും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ആര് വന്നാലും UDF വോട്ടിന് എന്ത് സംഭവിക്കും, LDF വോട്ട് ഷെയറിൽ എന്ത് മാറ്റം വരും, NDA അവിടെ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വരുമ്പോൾ, പാലക്കാട് ജില്ലയാണ്, പാലക്കാട് നഗരസഭ ഉൾപ്പെടെ NDAക്ക് BJPക്ക് മനസ്സുവെച്ചാൽ നല്ല മുന്നേറ്റം നടത്താവുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.